ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഗായ്സ് ഇന്നെന്താ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നല്ല വായിൽ വെള്ളം വരുന്നൊരു മാങ്ങാച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? നമുക്കും ഇവിടെ സുഖമാണ് കേട്ടോ. ഒന്ന് രാവിലെ തന്നെ കുറച്ച് മാങ്ങ നമ്മളെ മാവുമ്പം തന്നെയാണ് ഇച്ചി വെച്ചിക്കാണ്. മാങ്ങ പന്തത്തിപ്പോൾ ഈ നോമ്പിൻ്റെ തലേന്ന് കരുതുണ്ടാവും നിങ്ങൾ മാങ്ങ അച്ചാറിടണമെന്ന്. നോമ്പും കള്ളന്മാരാണോ കഞ്ഞി കുടിച്ചാനാന്നൊന്നും കരുതണ്ട. എന്താന്ന് ചോദിച്ചാൽ നോമ്പിന് സ്കൂളുണ്ടല്ലോ കുട്ടികൾക്ക്. അപ്പം ആദ്യത്തെ 10 വലിയ കുഴപ്പമുണ്ടാവില്ല. നമുക്ക് വല്ലതും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഉണ്ടാവും. ജയിക്കേക്കാരം ചിലപ്പോൾ ഇനി നടുവത്തെ 10 അവസാന 10 ആകുമ്പത്തിന് ഈ തന്നെ മറന്നു വെച്ചെങ്കിൽ വേഗം കുറച്ച് അച്ചാറും ചമ്മന്തിയൊക്കെ കൊടുത്തേക്കാലും എഴുതിയാണ്ടാട്ടോ. അപ്പം അത് കുറേ ദിവസം അതിന് വിചാരിക്കണം. ഇവള് ന്യൂഹ എപ്പോഴും ഇങ്ങോട് പറയും കുറച്ച് അച്ചാറിട്ട് തരാൻ. വെച്ച് കൂടുതലുണ്ടായില്ല ഓരോ പണിയിൽ കൂടെ ആയിട്ട്. അപ്പം നമ്മൾ മാങ്ങ കൊണ്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ കരുതി മാങ്ങ അച്ചാറിടുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് നമുക്ക് ഉപ്പും പിന്നെ വിനാഗിരിയൊക്കെ ഇട്ട് കാണുന്നുണ്ടല്ലോ, നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ തിന്നണ പോലെ മാങ്ങ ഉപ്പിലിട്ടത്, അത് ഇച്ചിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിനും കുറച്ച് ചെത്തിങ്ങാണ്ടല്ല നീളത്തിൽ അരിഞ്ഞെടുത്തേക്കണം. അപ്പോൾ അതും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ മാങ്ങ കുറച്ച് വലിയതായപ്പോഴേ കുറച്ച് തോനുണ്ട്. അപ്പോൾ കുറച്ച് മാങ്ങയെ അച്ചാറിടുന്നുള്ളൂ. ഈ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ മാങ്ങ അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോമ്പിപ്പോൾ നാളെ ആകുമോ മറ്റന്നാളാകുമോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് നാളെ ആവില്ല എന്ന്, ശനിയാഴ്ച അല്ല ഞായറാഴ്ച ആവും എന്നൊക്കെ പറയണത്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ആവോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഏതായാലും ഇപ്പം സമയം ഒരുപാടായിക്കണ്. ഇതുവരെ ഒന്നും ഒരു വിവരമില്ല. അപ്പോൾ ശനിയാഴ്ച അല്ല എന്ന് ഉറപ്പിച്ച. അപ്പം നമുക്കിനി ഇതെങ്ങനെ മാങ്ങ പല രീതിക്കും അച്ചാറിടട്ടോ. ഞാനിത് വേറൊരു രീതിക്കാണ് കാണിക്കണത്. ഞാൻ ഇങ്ങനെ അല്ലാതെ ഇടലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ നീളത്തിലരിഞ്ഞത് നമുക്ക് കുറച്ച് ചൂടുവെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ വിനാഗിരിയും കൂടി ഒഴിച്ചങ്ങാണ്ട് ഒന്ന് നല്ലോണം കുലുക്കി അത് നമുക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം കേട്ടോ. അങ്ങനെയാണ് ഞാൻ മാങ്ങയൊക്കെ അച്ചാറല്ല ഉപ്പിലിടൽ കേട്ടോ. ഇങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇതിൽ മാങ്ങ മാത്രമല്ല കപ്പക്ക പിന്നെ എന്താണ് ക്യാരറ്റ് ഒക്കെ ഇടട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇനി നമ്മളത് അതിൽ നിന്ന് എടുക്കുമ്പോൾ മുളകും പൊടി വേണമെങ്കിൽ നമുക്ക് കീസൊക്കെ എടുത്തുകൊണ്ട് കുറച്ച് മുളകും പൊടിയാണ് കുടഞ്ഞു കൊടുത്താൽ നല്ല അടിപൊളിയാക്കാറ് കേട്ടോ. നല്ലോണം അരിയോളം ഒന്നും നിർത്തരുത്. അപ്പോൾ ഇതിനൊക്കെ തിന്നണം, അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളെ നൂഹക്കുട്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ചുമയാണ് കേട്ടോ. ചുമ തുടങ്ങി കിട്ടിയാൽ പിന്നെ മാറലില്ല. പനിയുടെ ലക്ഷണം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇവളിങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങ വിനാഗിരിയും കൂടി ഒഴിച്ചാൽ അത് റെഡിയായി. ഇനി നമുക്ക് നല്ലോണം ഒന്ന് കുലുക്കിയിട്ട് അത് ഇന്ന് എടുക്കണ്ട, നാളെയോ മറ്റന്നാളോ ഒക്കെ എടുക്കാം. നാളെ എടുത്ത് തിന്നുകയാണെങ്കിൽ നമ്മൾക്കും തിന്നാം, അല്ലെങ്കിൽ കുട്ടികൾ തന്നെ തിന്നേണ്ടി വരും. കാരണം നോമ്പ് പിടിച്ചങ്ങാണ്ടൊക്കെ പിന്നെ അച്ചാറും മാങ്ങയൊക്കെ തിന്നാൽ ചിലപ്പോൾ പണി കിട്ടും. ഇങ്ങനത്തെ ആദ്യം ചൂടും ഞാൻ അങ്ങനത്തതും കരിച്ചത് പൊരിച്ചതും ഒക്കെ ഒഴിവാക്കലാട്ടോ. ഇങ്ങനെ നോമ്പാകുമ്പോൾ അതൊന്നും പറ്റൂല. ചിലത് തിന്നാൽ ഗ്യാസ് കയറും, ചിലത് ഇങ്ങനത്തെ ഒക്കെ തിന്നാൽ നമുക്ക് പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഒന്നും വല്ലാതെ ഉപയോഗിച്ചില്ല. ഈ നോമ്പാകുമ്പോൾ ഒരുവിധം സംഭവങ്ങളൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിച്ചില്ല കേട്ടോ.
അപ്പം ഇത് നല്ലെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കേണ്ടത് സത്യത്തിൽ. പക്ഷെ ഇവിടെ നല്ലെണ്ണ ഇല്ല, ആരും കൊണ്ടുവന്നേരാനുമില്ല. ഒരു പ്രാവശ്യം കടയിൽ പോയവരോട് പിന്നെ പറയാൻ പറ്റില്ല. അപ്പം ഞാനെന്ത് വിചാരിച്ചു, വെളിച്ചെണ്ണയിൽ നമ്മളിപ്പോൾ ഇത് കുറേ കാലം പാത്തക്കാനൊന്നും അല്ലല്ലോ, മക്കൾ എളുപ്പത്തിൽ പണിയൊരുക്കും. അപ്പം പിന്നെ അത് വിചാരിച്ചുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിക്ക് കടുക് ഇട്ട് കൊടുത്തുക്കണേ. പിന്നെ ഞാൻ ഉലുവയും കടുകും ചെറിയ ജീരകം കുറച്ച് ഒരു 4 മണി അതും കൂടി ഞാൻ നല്ലോണം ഒന്ന് വറുത്ത് പൊടിച്ച് വെച്ചിക്കണം കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇഞ്ചി അതേപോലെ കുറേ ഒന്നും ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതും ഞാൻ ഈ കടുക് പൊട്ടിച്ചേക്ക് ഫസ്റ്റ് മുളകും പൊടി ആട്ടോ ഇട്ട് കൊടുക്കണം. മുളകും പൊടി ഒരു 2-3 സ്പൂൺ ഇട്ടിക്കണം. ഇതിക്ക് എരി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പിന്നെ മാങ്ങ നല്ല പുളിയില്ലതല്ലേ. അങ്ങനെ അത് ഞാൻ നല്ലോണം എണ്ണയിലൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനിക്ക് പിന്നെ ഞാൻ കൊത്തി അരിഞ്ഞിക്കാം കേട്ടോ. പിന്നെ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞിക്കാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇനി ഇതിലേക്ക് അതും കൂടി ഇട്ട് നല്ലോണം വഴറ്റാം. അത് നല്ലോണം വഴന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് മാങ്ങ കൊട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം മാങ്ങ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. മാങ്ങൻ്റെ മറ്റേ മാങ്ങ നമ്മൾ ഉപ്പിലിട്ടില്ലേ, അതിൻ്റെ കൂടെ തന്നെ ഈ മാങ്ങയ്ക്ക് ഞാൻ ഉപ്പിട്ട് വെച്ചിരുന്നു കേട്ടോ, കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടിയാണ്ട്. അങ്ങനെ ഇട്ടാൽ നല്ല അതിൽ ഉപ്പൊക്കെ പിടിച്ചും. അപ്പം അങ്ങനെ ഞാൻ ഇതിൽ ഉപ്പൊക്കെ ഇട്ടിക്കണം കേട്ടോ. ഞാനത് ഇതിൽ കൊട്ടി കൊടുക്കട്ടെ. മാങ്ങ കുറച്ചൊക്കെ ഉണ്ട്. നമുക്കിത് നന്നായി ഒന്ന് ഇളക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അങ്ങനെ മാങ്ങ എല്ലായിടത്തും കൂടി ഒന്ന് ഇളക്കി നല്ലോണം ഇളക്കിയെടുത്തേക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് പച്ചമുളകോ പിന്നെ വറ്റൽമുളക് അതേപോലെ നമ്മൾ ഒന്ന് വറുത്തിട്ട് പൊടിച്ചിടൂലേ, പൊടിച്ചല്ല ഇങ്ങനെ ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഇട്ട് കൊടുത്താലൊക്കെ നല്ല രസമാണ്. അങ്ങനെ ഞാൻ ഇതിലേക്ക് 2 കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിക്കണം കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നല്ലോണം ഇളക്കിയിട്ട് പിന്നെ ഞാനൊരു ചെറിയൊരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ ഈ മധുരം ഇടണ എന്തിനാ വെച്ചാൽ നല്ല എരില്ലതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം അങ്ങനെ അപ്പം നമുക്ക് ഇതിലേക്ക് ഉലുവ, കടുക്, ചെറിയ ജീരകം ഒക്കെ പൊടിച്ചതും കൂടിയും കൂട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി എടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇപ്പം നോക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. വിനാഗിരിയും കൂടി ഒഴിച്ചങ്ങാണ്ട് നല്ലോണം ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നല്ലോണം നോക്കിയിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ പഞ്ചസാര ഇത്രയേ ഉള്ളൂ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ അച്ചാർ ഇവിടെ റെഡി ആയിട്ടോ. സൂപ്പർ അച്ചാറാണ്, അടിപൊളിയാണ്. അപ്പോൾ നോമ്പിന് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടാകാമല്ലോ എന്ന് കരുതി ഉണ്ടാക്കിയ അച്ചാറാട്ടോ. അപ്പോൾ ഗായ്സ്, എൻ്റെ ഉമ്മി കഷ്ടപ്പെട്ട് എങ്ങനെയും മാങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മിസ്സിന് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ കൊണ്ടു കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. മിസ് എല്ലാവരുടെയും വാങ്ങും, അതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഉമ്മയുടെ അടുത്ത് ചോദിച്ചത്. അപ്പം അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി പിന്നെ കറിക്കായല്ലേ, അത് ഇച്ചിരി പൊടിച്ച പൊടിയാട്ടോ, പൊടിച്ച പൊടിയല്ല പൊടി വാങ്ങിയതാണ്. അതും കൂടി ഇട്ട് കൊടുത്താൽ ഇതിലെല്ലാം ആയി. കണ്ടോ, നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിട്ടില്ല നമ്മളെ മാങ്ങാച്ചാറ് ഇവിടെ റെഡി ആയിക്കണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും.
അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടാറ്റാ.